Hi guys, welcome to my new video. I'm Dr. Cheryl. ഇന്ന് നമ്മൾ ഡാർക്ക് സർക്കിൾസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ ഫേസിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് നമ്മുടെ കണ്ണുകൾ. സോ നമ്മുടെ കണ്ണുകൾ എത്രത്തോളം ബ്രൈറ്റ് ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കുന്നോ നമ്മൾ അത്രത്തോളം യൂത്ത്ഫുൾ ആയിട്ട് അപ്പിയർ ചെയ്യും. അതേപോലെ നമ്മുടെ കണ്ണുകൾ ഭയങ്കര ഡാർക്കായിട്ടും ഡള്ളായിട്ടും അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഏജ് തോന്നിക്കും. സോ ഇത് കാരണം കൊണ്ട് തന്നെ ഭയങ്കര കോമൺ ആയിട്ട് നമ്മുടെ പേഷ്യൻസ് കൊണ്ടുവരുന്നൊരു കംപ്ലയിൻ്റ് ആണ് ഡാർക്ക് അണ്ടർ ഐ സർക്കിൾസ്. സോ ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നറിയണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇത് ഉണ്ടാവുന്ന കാരണങ്ങൾ അറിയണം. സോ ഇതിൻ്റെ കാരണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ജനറ്റിക് കോസസ് ആണ്. എല്ലാ കാര്യത്തിനും ജനറ്റിക് സൈഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇതിലും സോ നമ്മുടെ പേരൻസിനൊക്കെ നല്ല അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കും അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് വരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, അതായത് വളരെ കൂടുതൽ സിഗരറ്റ്, ആൽക്കഹോൾ, കഫീനൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളിലും ഡാർക്ക് അണ്ടർ ഐ സർക്കിൾസ് കാണാറുണ്ട്. അതേപോലെ തന്നെ വേറൊരു കാര്യമാണ് ഏജിങ്. പ്രായം കൂടുന്തോറും നമ്മുടെ കണ്ണിൻ്റെ അടിയിലുള്ള സ്കിൻ ഭയങ്കര തിന്നായി തുടങ്ങും. അങ്ങനെ തിന്നാവുമ്പോഴത്തേക്കും അതിൻ്റെ അടിയിലുള്ള രക്തക്കുഴലുകൾ കാണാൻ പറ്റും. അപ്പോൾ ഒരു ബ്ലൂ ഡിസ്കളറേഷൻ നമ്മുടെ കണ്ണിനടിയിൽ വരും. ഇത് പ്രായം കുറഞ്ഞവരിലും കാണാറുണ്ട്. ചില ആളുകളിൽ കുഞ്ഞിലേ തൊട്ടേ നമ്മുടെ കണ്ണിൻ്റെ അടിയിലുള്ള സ്കിൻ ഭയങ്കര തിന്നായിരിക്കും. അവർക്കും ഈ ബുദ്ധിമുട്ട് ഉണ്ടാകാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഒത്തിരി സൺ എക്സ്പോഷർ ഉണ്ടെന്നുണ്ടെങ്കിലും ഡാർക്ക് അണ്ടർ ഐ സർക്കിൾസ് വരാം. എഗൈൻ വേറൊരു റീസണാണ്, നമുക്ക് കണ്ണാടി എവിടെന്നെങ്കിലും പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അതായത് നമ്മുടെ കണ്ണിന് കണ്ണാടി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ കണ്ണാടി യൂസ് ചെയ്യാതെ നമ്മൾ വർക്കിന് പോകുമ്പോൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമ്മുടെ കണ്ണ് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത് കണ്ണിൻ്റെ ചുറ്റുമുള്ള മസിൽസ് വെച്ചിട്ടാണ്. അപ്പോൾ അത് ഓവർ വർക്ക് ചെയ്തിട്ട് വൈകിട്ടാകുമ്പോഴത്തേക്കും ആ മസിൽസ് ഫാറ്റീഗ്ഡ് ആവും. അപ്പോൾ നമുക്ക് കണ്ണിനൊരു ഇറിറ്റേഷൻ വന്നിട്ട് നമുക്ക് നോർമലി തന്നെ കണ്ണൊന്ന് തിരുമാനായിട്ടുള്ള ടെൻഡൻസി വരും. അതല്ലാതെ ബിഹേവിയറലായിട്ടും ചിലർ കണ്ണ് തിരുമുന്ന ഹാബിറ്റ് ഉള്ളവരുണ്ട്. ഇവർക്കൊക്കെ ഈ കണ്ണ് തിരുമുന്നത് കാരണം ഡാർക്ക് അണ്ടർ ഐ സർക്കിൾസ് വരാറുണ്ട്. പിന്നൊരു റീസണാണ് എക്കാന്തോസിസ് നൈഗ്രിക്കൻസ്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, അത് ആ കണ്ടീഷനിൽ നമുക്ക് ഇടുക്ക് ഭാഗങ്ങളിൽ കറുപ്പ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതേ പ്രോബ്ലം തന്നെ കണ്ണിൻ്റെ ചുറ്റും ചുണ്ടിൻ്റെ ചുറ്റുമൊക്കെ ഉണ്ടാകാറുണ്ട് ആ കണ്ടീഷനിൽ. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ. നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോകുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് എന്ത് എക്സ്പെക്റ്റേഷനാണ് ഉണ്ടാവേണ്ടത്. സോ നമുക്ക് 100% അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് ക്ലിയർ ചെയ്യാമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് ഇറ്റ് ഈസ് വെരി വെരി ഡിഫിക്കൽട്ട് ടു ട്രീറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ. പക്ഷേ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഒരു 70% വെക്കാം. ലൈക്ക് ഒരു 70% ഇപ്പോൾ ഉള്ള ഡാർക്ക്നെസ്സിൽ നിന്നും കുറയ്ക്കാനായിട്ട് പറ്റും. സോ അതെങ്ങനെയെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഈ ഉണ്ടാക്കിയ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് കുറയ്ക്കുക. അതായത് കഫീൻ യൂസ്, ആൽക്കഹോള്, പിന്നെ സൺ എക്സ്പോഷർ, സിഗരറ്റ് യൂസ്, ഇതെല്ലാം കുറയ്ക്കുക. അതുപോലെ തന്നെ സ്ക്രീൻ ടൈം വളരെ ഓവറായിട്ടുള്ളവരും സ്ലീപ്പ് വളരെ കുറവായിട്ടുള്ളവർക്കും വരാറുണ്ട്. പിന്നെ ഗ്ലാസസ് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ പ്ലീസ് യൂസ് യുവർ ഗ്ലാസസ്. നമ്മുടെ മസിൽസിനെ ഫെറ്റീഗ്ഡ് ആയിട്ട് ഈ റബ്ബിങ് പ്രിവെൻറ്റ് ചെയ്യുക. അല്ലാതെ ഹാബിച്വലായിട്ട് റബ്ബ് ചെയ്യുന്നവരും അവരും പ്രത്യേകം സൂക്ഷിച്ച് കണ്ണിട്ട് തിരുമാതിരിക്കുക. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ചെയ്യണം. പിന്നെ ഉള്ളതാണ് മാർക്കറ്റ്സിൽ അവൈലബിൾ ആയിട്ടുള്ള ക്രീംസ്. സോ ഈ ക്രീംസ് എന്തൊക്കെ കണ്ടന്റ് ഉണ്ടെങ്കിൽ നമ്മുടെ അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് ട്രീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഫസ്റ്റ് അറിയണം. സോ നമ്മുടെ ക്രീംസ് ദറ്റ് കണ്ടെയ്ൻ വൈറ്റമിൻ സി, ആർബ്യൂട്ടിനിൻ, ഹൈലുറോണിക് ആസിഡ്, റെറ്റിനോൾ, ലാക്റ്റിക് ആസിഡ്, വൈറ്റമിൻ കെ, ഇതെല്ലാം നമുക്ക് കണ്ണിൻ്റെ അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസിന് ഹെൽപ്പ് ചെയ്യുന്ന സംഭവങ്ങളാണ്. സോ ദോസ് ക്രീംസ് വിച്ച് കണ്ടെയ്ൻ ഓൾ ദീസ് കോൺസ്റ്റിറ്റ്യൂവൻസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. ഏത് കണ്ടന്റ് ഏതിലുണ്ട് എന്നുള്ളതും ഞാൻ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തേക്കാം താഴെ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് ട്രീറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ കൂടെ എന്തൊക്കെ കണ്ടീഷൻസ് അസോസിയേറ്റഡ് ആണെന്നുള്ളതുകൊണ്ടാണ്. വിച്ച് മീൻസ് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് ഉള്ളവർക്ക് ഡെഫിനറ്റ്ലി ഒരു ഫാസ്റ്റിംഗ് ഷുഗർ, ഒരു കഴിച്ചു കഴിഞ്ഞുള്ള ഷുഗർ എല്ലാം നോക്കി, ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അത് ട്രീറ്റ് ചെയ്യുക, വെയിറ്റ് ലോസ് ചെയ്യുക, ഇതെല്ലാം എഗെയിൻ ഇതിന് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് റിങ്കിൾസ് അണ്ടർ ഐസിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതും അണ്ടർ ഐ പിഗ്മെൻറ്റേഷനും റിങ്കിൾസും അണ്ടർ ഐ പിഗ്മെൻറ്റേഷനും കൂടെ ആണെങ്കിൽ വി ക്യാൻ യൂസ് എ റെറ്റിനോൾ ക്രീം ബിക്കോസ് സെൽസിന് റിജുവനേറ്റ് ചെയ്യും. അതേപോലെ നമുക്ക് വളരെ കുഴിഞ്ഞ ഡീപ്പ് സെറ്റ് ഐസ് ആയിട്ടുള്ളവരാണെങ്കിൽ ഈ ഷാഡോ കാരണം ഒരു കുഴിയായതുകൊണ്ട് നമ്മുടെ ഈ ബോണി സ്ട്രക്ചേഴ്സിൻ്റെ ഷാഡോ കാരണം ഡാർക്ക്നെസ് ആയിട്ട് അപ്പിയർ ചെയ്യുന്നവർക്ക് ഹൈലുറോണിക് ആസിഡ് വളരെ ഹെൽപ്ഫുള്ളാണ്. അതേപോലെ തന്നെ നമുക്ക് വൈറ്റമിൻ കെ യൂസ് ചെയ്യാം ചില ആളുകളിൽ. സ്കിൻ അണ്ടർ ഐ സ്കിൻ ഭയങ്കര തിന്നായിട്ടുള്ള ആളുകളിൽ നമുക്ക് വൈറ്റമിൻ കെ ബേസ്ഡ് ക്രീംസ് യൂസ് ചെയ്യാം. സോ ഇതറിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാവരും ആലോചിക്കുന്ന ഒരു കാര്യമാണ്, ക്ലിനിക്കലി ഒരു ഡോക്ടറിനെ ചെന്ന് കണ്ടാൽ എന്തൊക്കെ ഇതിന് ചെയ്യാൻ പറ്റും. സോ ഒരു കോസ്മെറ്റോളജി ക്ലിനിക് ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഫസ്റ്റ് കെമിക്കൽ പീൽസ് ആണ്. സോ വളരെ ലോ കോൺസെൻട്രേഷനിൽ ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ 6 to 8 സെഷൻസ് എടുക്കും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് റിസൾട്ട് കിട്ടാനായിട്ട്. അതേപോലെ തന്നെ ദ സെക്കൻഡ് തിങ് ഇസ് എൻ ND ag ലേസർ.
പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഒരു PRP ട്രീറ്റ്മെൻറ്റ്. PRP ട്രീറ്റ്മെൻറ്റ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും, പക്ഷേ അത് നമ്മളെപ്പോഴും ഹെയർ ഫോൾ അല്ലെങ്കിൽ ഹെയർ ലോസിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ PRP ചെയ്യുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. അതേ ട്രീറ്റ്മെൻറ്റ് നമുക്ക് അണ്ടർ ഐ ഏരിയയിലും യൂസ് ചെയ്യാം ഫോർ റിജുവനേറ്റിംഗ് ദ സ്കിൻ അണ്ടർ ദി ഐസ്. പിന്നെ അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ്, കുഴിഞ്ഞ കണ്ണുള്ളവരിൽ നമുക്ക് ഫില്ലേഴ്സ് വെച്ചിട്ട് ആ ഏരിയ കുറച്ചൊന്ന് എലിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡാർക്ക്നെസ് കുറവായിട്ട് തോന്നും. അതേപോലെ നമ്മൾ ഏതൊരു കണ്ടീഷൻ ഡിസ്ക്രൈബ് ചെയ്യുമ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, വാട്ട് ആർ ദ ഹോം മെയ്ഡ് റെമഡീസ് അല്ലെങ്കിൽ ദ ഡു ഇറ്റ് യുവർ സെൽഫ് DIY റെമഡീസ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഫസ്റ്റ് ഉള്ളത്, ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ എന്ത് യൂസ് ചെയ്തുകൂടാ. സോ എല്ലാവരും എല്ലാ DIYസിലും യൂസ് ചെയ്യുന്ന ഈ ലൈം ഓർ ലെമൺ ഇല്ലെങ്കിൽ പേസ്റ്റ്, ബേക്കിംഗ് സോഡ, ബ്ലീച്ച്, നമ്മുടെ ഫേസ് ബ്ലീച്ച്, ഇതൊന്നും നമ്മൾ നമ്മുടെ അണ്ടർ ഏരിയയിൽ യൂസ് ചെയ്തേ കൂടാ. ബിക്കോസ് സ്കിൻ ഭയങ്കര തിന്നാണ്. അവിടെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്കിൻ ഡാമേജ് ആവും, അഗൈൻ പിഗ്മെൻറ്റേഷൻ കൂടും. സോ വാട്ട് യു ക്യാൻ യൂസ് വീട്ടിൽ തൈര് ഉണ്ടെങ്കിൽ കേർഡ് കണ്ടെയ്ൻസ് ലാക്റ്റിക് ആസിഡ് വിച്ച് ഇസ് എ നാച്ചുറൽ ബ്ലീച്ചിങ് ഏജൻറ്റ്. അപ്പോൾ അത് നമ്മൾ ഹണിയുമായിട്ട് അല്ലെങ്കിൽ റോസ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് പുരട്ടി കൊടുക്കാം. ഒരു 20 minutes ഒക്കെ വെച്ചിട്ട് കഴുകിക്കളയാം. അഗൈൻ പിന്നെ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ടീ ബാഗ്സ് ഇല്ലേ, ടീ ബാഗ്സ് എടുത്തിട്ട് ഫ്രിഡ്ജ് വെച്ച് അത് ഫ്രീസ് ചെയ്തതിന് ശേഷം നമുക്കൊരു 20 minutes അപ്ലൈ ചെയ്താൽ ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് ആൻഡ് ഡീപ്പ് പഫിങ് കിട്ടും. നല്ല ബ്രൈറ്റായിട്ട് അപ്പിയർ ചെയ്യും. നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുന്നേ യൂസ് ചെയ്യാൻ നല്ലതാണ്. അതേപോലെ തന്നെ നമുക്ക് വെള്ളരിക്ക, നമ്മുടെ പഴയ സിനിമകളിലൊക്കെ നമ്മൾ കാണുമല്ലോ ബ്യൂട്ടി പാർലറിൽ വെള്ളരിക്ക വെച്ചേക്കുന്നത്. ദാറ്റ് ഇസ് ഫോർ അഗൈൻ 2 കണ്ണിലും നമ്മൾ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് ഒരു കുറച്ചൊരു ബ്രൈറ്റനിങ് എഫക്റ്റ്. പക്ഷേ അത് പെർമനൻ്റ് അല്ല, ഇറ്റ് ഇസ് വെരി ടെമ്പററി. ദ സെയിം തിങ് നമുക്ക് പൊട്ടറ്റോ വെച്ചും ചെയ്യാം. പിന്നെ പൊട്ടറ്റോ ഒരു ഭയങ്കര നല്ല സംഭവമാണ് നമ്മുടെ കണ്ണിന് വേണ്ടി. നമ്മുടെ പൊട്ടറ്റോ ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റാക്കി അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അത് നമ്മൾ രാത്രി ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2 to 3 months ആകുമ്പോൾ നല്ല ലൈറ്റനിങ് കിട്ടും അണ്ടർ ഐ ഏരിയയ്ക്ക്. സോ ദാറ്റ് ഈസ് എ വെരി ഗുഡ് നാച്ചുറൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നെ നമ്മൾ ഐ ആം ഇൻ ടു മേക്കപ്പ്, സോ ഐ ക്യാൻ ടെൽ യു, നമുക്കൊരു ഡെയിലി ഒരു എന്ത് നമ്മുടെ ഫേസിലുള്ള പ്രോബ്ലംസ് ആണെങ്കിലും, മാർക്സ് ആവാം, പിഗ്മെൻറ്റേഷൻ ആവാം, അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് ആവാം, ഇതെല്ലാം അത്യാവശ്യം ഒരു രീതിയിൽ ക്യാമഫ്ലാജ് ചെയ്ത് അല്ലെങ്കിൽ കവർ ചെയ്ത് വളരെ പ്രസൻറ്റബിളായിട്ട് അപ്പിയർ ചെയ്യാൻ നമുക്ക് മേക്കപ്പ് വളരെ ഹെൽപ്ഫുള്ളാണ്. ഐ എം ഫോർ മേക്കപ്പ്. സോ അതിനകത്ത് നമുക്ക് കൺസീലർ, നമ്മുടെ ഈ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്കൊരു പ്രസൻറ്റബിളായിട്ട് ഒരിടത്ത് പോകണമെങ്കിൽ വി ക്യാൻ യൂസ് സം കൺസീലേഴ്സ്. സോ എൻ്റെ പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻസ് ഫോർ കൺസീലേഴ്സ് ആസ് വെൽ ആസ് ഫോർ അണ്ടർ ഐ ക്രീംസ്, ഏത് ക്രീം എന്ത് പ്രോബ്ലമുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാം, ഇതെല്ലാം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പ്ലീസ് ഫോളോ മൈ ചാനൽ ആൻഡ് ഡു സബ്സ്ക്രൈബ് ടു മീ ആൻഡ് റിംഗ് ദ ബെൽ ഐക്കൺ. ഐ ഹോപ്പ് ഈ വീഡിയോ എല്ലാവർക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആയിന്ന്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പ്ലീസ് ലെറ്റ് മീ നോ ഇഫ് ഇറ്റ് വാസ് ഹെൽപ്ഫുൾ ടു യു ആൻഡ് പ്ലീസ് ഡു ഫോളോ മീ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ഐ ഹോപ്പ് ദിസ് വാസ് വെരി ഇൻഫോർമേറ്റീവ്. ഇനിയും ഞാൻ ഇങ്ങനത്തെ വീഡിയോസുമായിട്ട് വരാം. ബൈ.